അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അൽറൈൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്, ഇന്നലെ നമ്മൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തൈവ ഉസ്താദ് എഴുതിയ ബൈത്ത് 1-ാം ഭാഗമാണ് ഇന്നലെ ഇട്ടത്. അതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദിച്ചു അനസും ഏതമീറായി നിന്നെ ഏൽപ്പിച്ചതും പിടിക്കുന്നതിനായി എന്നെ, മറ്റാരുമല്ല അമീർ ഹജ്ജാജാണത്, നേരിട്ട് എന്നോടുള്ള കൽപ്പനയാണിത്. ദില്ലത്തിലാക്കട്ടവനെ ജല്ല ജലാലുഹു, എന്നും ദുആ ചെയ്തന്ന് അനസ് ഫദല്ലഹു. പോലീസ് ചോദിച്ചെന്തിനാണീ ശാപം, ശപിക്കുന്നതിനുണ്ടായതെന്താ പാപം. അവനുള്ള ഭരണം മുഴുവനും തെറ്റാണ്, റബ്ബിൻ്റെ വഴിയിൽ നിന്നകന്നതുമാണ്. നബിക്കുള്ള സുനനും കൈവെടിഞ്ഞും കൊണ്ട് ഭരിക്കുന്ന ഹജ്ജാജ പ്രസിദ്ധം ഉണ്ട്. മതി ഇനി കൂടുതൽ പറയേണ്ട, പോകേണ്ട സമയം അടുത്തു പോയി, അതുകൊണ്ടാ. പോലീസിനോടൊപ്പം നടന്നവരെന്ന് ഹജ്ജാജവൻ മുന്നിൽ അതാ നിൽക്കുന്ന്. അനസാണോ നിങ്ങൾ എന്ന ചോദ്യം വന്ന്, ഉടൻ തന്നെ അത് എന്നൊത്തിരം കൊടുക്കുന്നു. താൻ എൻ്റെ ഭരണം നല്ലതല്ല എന്നും വിമർശിച്ചതായി അറിയുന്നു പലരിൽ നിന്നും. ശരി തന്നെയാണത് ഞാൻ പറഞ്ഞതു തന്നെ, വിമർശിച്ചതും ഈ അനസ് തന്നെ നിന്നെ. ഗർജിച്ചു കൊണ്ടനസോടവൻ പറയുന്നു, അറിവുണ്ടോ എന്ത് ഭവിക്കുമെന്നിൽ നിന്ന്. എനിക്കെന്തോ നിന്നിൽ നിന്ന് വരുമെന്നുള്ളതിൽ എനിക്കെങ്ങനെ വിവരം ലഭിക്കൽ ഭാവിയിൽ. ഞാൻ നിന്നെ ഏറ്റവും നീചമായ തരത്തിലായി കൊല ചെയ്യുമെന്നപ്പോൾ അവൻ പറയുന്നതായി. ഉടൻ തന്നെ ഹജ്ജാജോടനസും അന്ന് മറുപടി പറഞ്ഞതും ഇപ്രകാരം വന്ന്, എന്നാൽ ഇബാദത്ത് റബ്ബിനുള്ളത് നീക്കണം, അത് മുഴുവനും നിനക്കായി മാറ്റിമറിക്കണം. അപ്പോൾ അവൻ അനസോട് പറയുന്നെന്തടാ, ഇത് പറയുവാൻ എന്നോട് നീങ്ങിന്നാരടാ. അല്ലാഹുവിൻ്റെ റസൂലൊരിക്കൽ ഒരു ദുആ
പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആരോ ആ ദുആ. സുബഹിക്ക് ശേഷം മോദി എന്നാൽ പൊന്നേ, ആർക്കും എതിർക്കാൻ സാധ്യമല്ല പൊന്നേ. സുബഹിക്ക് ശേഷവും ഇന്നു ഞാനത് ചെയ്തടാ, അതിനാൽ നിനക്കൊരു കഴിവും എന്നിൽ ഇല്ലടാ. ഹജ്ജാജ് ചോദിച്ചതു എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് യാചിച്ചന്ന്. ചലിക്കുന്ന കാലം നിന്റെ തടിയിൽ യന്ത്രവും, ആർക്കും കൊടുക്കയില്ലടാ ഈ മന്ത്രവും. ഇനി ദയവ് ചെയ്ത് വിടുന്ന് പോകണമെന്ന് അനസ് ഇബ്നു മാലിക്കിനോടവൻ കരഞ്ഞന്ന്. പോലീസ് ഹജ്ജാജിന്റെ ചുറ്റും നിന്ന് പറയുന്ന മീറെ എന്ത് സംഭവിച്ചെന്ന്. ആജ്ഞക്ക് കീഴ്പ്പെട്ടാണ് ഞങ്ങൾ പോയത്, എന്നിട്ടു പിന്നെന്താണ് വെറുതെ വിട്ടത്. അനസ് ഇബ്നു മാലിക്കിനുള്ള ചുമലിൽ നിന്ന് അനസ് ഇബ്നു മാലിക്കിനുള്ള ചുമലിൽ 2 സിംഹങ്ങളും നിൽക്കുന്നതായി ഞാൻ കണ്ട്. സുബ്ഹാന റബ്ബി വാ പിളർന്നതു തന്നെ, ഞാൻ മിണ്ടിയാൽ മതി കൊന്നു തിന്നും എന്നെ. പേടിച്ചു ഞാനത് കൊണ്ട് വേഗമയച്ചതാ എന്നുള്ളതും ഹജ്ജാജ് തന്നെ പറഞ്ഞതാ. മുസ്തദ്ഫറിൽ ഇത് നോക്കിയാൽ കാണുന്നതാ, 22-ാം പേജ് 2-ൽ വന്നതാ. മൗത്തിന്റെ സമയം എത്തിയപ്പോൾ പ്രസ്തുത ദുആ തൻ്റെ ഇഖ്വാനിന് നൽകി മരിച്ചതാ. സുഹൃത്തുക്കളെ ചിന്തിക്ക് നല്ലതുപോലിത്, റബ്ബിന് തഖ്വ ചെയ്ത ഫലമാ കണ്ടത്. റബ്ബിന് തഖ്വ ചെയ്തു എന്നാൽ പിന്നെ രാജാക്കളും അടിമപ്പെടുന്നത് തന്നെ. ഭയപ്പെട്ടു പോകും അവനെ ഏതൊരു വ്യക്തിയും, അത് ആന, കടുവ, സിംഹമെന്നാൽ തന്നെയും. ആകാശഭൂമികൾ അവന് കീഴടങ്ങുന്നതാ, അംലാക്ക് പോലും വാഴ്ത്തി സ്തുതി പാടുന്നതാ. അവർക്കുള്ള ഹക്കാൽ കണ്ണിനധികം കാഴ്ച, നിന്നോടിലാഹി അതിന് കൈനീട്ടുന്നതാ. ഗുണ ചെയ്യണേ നബിക്കും സഹാബത്താലിനും, കൗകബ് പ്രവേശിക്കുന്ന കാലം മുഴുവനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.